നമസ്കാരം. ഇന്ത്യൻ റെയിൽവേയുടെ മുഖം മാറ്റിയതും പരമ്പരാഗത ട്രെയിൻ സങ്കല്പങ്ങളെ മാറ്റിമറിച്ചതും വന്ദേ ഭാരത് ട്രെയിനുകളുടെ കടന്നുവരവാണ്. വന്ദേ ഭാരതിലെ പല ആഡംബര സൗകര്യങ്ങളും മറ്റു ട്രെയിനുകളിൽ നിന്നെല്ലാം ഇതിനെ വേറിട്ട് നിർത്തി. ഇതുകൂടാതെ ലോകോത്തര നിലവാരത്തിൽ തന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളും 2024 പുറത്തിറങ്ങാൻ പോവുകയാണ്. ഇതെല്ലാം റെയിൽവേയിലെ ഒരു മാറ്റങ്ങളുടെ തുടക്കം മാത്രമായിരുന്നു. അങ്ങനെ അയോധ്യയിൽ നിന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് പ്രധാനമന്ത്രി നിർവഹിച്ചപ്പോൾ റെയിൽവേയുടെ ചരിത്രത്തിൽ എഴുതപ്പെട്ടത് പുതിയൊരു അധ്യായം തന്നെയാണ്. അതിവേഗ യാത്ര വാഗ്ദാനം ചെയ്യുന്ന അമൃത് ഭാരത് എക്സ്പ്രസ് വന്ദേ ഭാരതിനോട് കിടപിടിക്കുന്ന സൗകര്യങ്ങളുമായിട്ടാണ് ഇന്ന് ട്രാക്കിൽ ഇറങ്ങിയത്. പൂർണ്ണമായും സാധാരണക്കാരന് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യൻ റെയിൽവേ അമൃത് ഭാരത് എക്സ്പ്രസ് എന്ന പേരിൽ പുതിയ ട്രെയിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. പുതുവർഷ സമ്മാനമായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമൃത് ഭാരത് എക്സ്പ്രസ് രാജ്യത്തിന് സമർപ്പിക്കുന്നതെന്നും പറയുന്നു. എടുത്തു പറയാനും അമൃത് ഭാരതിനുള്ള സവിശേഷതകൾ നിരവധിയാണ്. പുഷ്പുൾ ടെക്നോളജിയുമായിട്ടാണ് അമൃത് ഭാരത് ട്രെയിനുകൾ എത്തുന്നത്. അതായത് മുന്നിലും പിന്നിലും എഞ്ചിനുകൾ ഉണ്ടാകും. അതിവേഗം മുന്നോട്ട് കുതിക്കാനും അതിവേഗം ബ്രേക്ക് ചെയ്യാനും ഇതിലൂടെ കഴിയും. ഇത് സമയം ലാഭിക്കാൻ സഹായിക്കുമെന്നാണ് റെയിൽവേ അവകാശപ്പെടുന്നത്. ന്യൂഡൽഹി, കൊൽക്കത്ത പോലുള്ള ദീർഘദൂര റൂട്ടുകളിൽ യാത്രാ സമയം 2.5 മണിക്കൂർ വരെ ലാഭിക്കാമെന്നും റെയിൽവേ അവകാശപ്പെടുന്നു. വന്ദേ ഭാരതിൽ നിന്നും വ്യത്യസ്തമായ നോൺ എ സി ട്രെയിനാണ് അമൃത് ഭാരത്. ബുക്കിംഗ് ഇല്ലാതെ യാത്ര ചെയ്യാൻ കഴിയുന്ന ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകളും ട്രെയിനിലുണ്ട്. 22 കോച്ചുകളിൽ 8 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ, 12 സെക്കൻഡ് ക്ലാസ് 3 ടയർ സ്ലീപ്പർ കോച്ചുകൾ, 2 ഗാർഡ് കമ്പാർട്ട്മെന്റ് എന്നിവയാണുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്കോമോട്ടീവ് നിർമ്മാണ യൂണിറ്റുകളിലൊന്നായ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് വർക്ക്സ് ആണ് ട്രെയിൻ നിർമ്മിച്ചിരിക്കുന്നത്. മണിക്കൂറിൽ പരമാവധി 130 കിലോമീറ്റർ വേഗത്തിൽ പായാൻ അമൃത് ഭാരതിന് കഴിയും. അമൃത് ഭാരത് ട്രെയിനുകളുടെ മറ്റൊരു മികവ് അതീവ സുരക്ഷാ സംവിധാനങ്ങളാണ്. 800 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനായിട്ടാണ് അമൃത് ഭാരത് ട്രെയിനുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ ദർഭംഗയ്ക്കും ഡൽഹിയിലെ ആനന്ദ് വിഹാറിനും ഇടയിലാണ് ആദ്യത്തെ അമൃത് ഭാരത് ട്രെയിൻ സർവീസ് ഉള്ളത്. ആഴ്ചയിൽ 2 ദിവസം സർവീസ് നടത്തുന്ന ഈ ട്രെയിൻ 21 മണിക്കൂർ 35 മിനിറ്റ് കൊണ്ട് യാത്ര പൂർത്തിയാക്കും. രണ്ടാമത്തെ ട്രെയിനാകട്ടെ ബംഗാളിലെ മാൾഡ ടൗൺ, ബംഗളൂരുവിലെ സർ എം വിശ്വേശ്വരയ്യ ടെർമിനസ് എന്നീ സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കും. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഓടുന്ന ഈ ട്രെയിൻ 42 മണിക്കൂർ 10 മിനിറ്റ് കൊണ്ടാണ് ലക്ഷ്യസ്ഥാനത്തെത്തുക. ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ച് ഔദ്യോഗികമായ അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ മെയിൻ എക്സ്പ്രസ് ട്രെയിനുകളെ അപേക്ഷിച്ച് അമൃത് ഭാരത് എക്സ്പ്രസിന് 17% വരെ ടിക്കറ്റ് നിരക്കിൽ വർധനവുണ്ടാകുമെന്നാണ് റെയിൽവേ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. കുലുക്കം ഒഴിവാക്കുന്നതിനായി സെമി പെർമനന്റ് ക്ലപ്റ്റർ, ആകർഷകമായ സീറ്റുകൾ, മികച്ച ലഗേജ് റാക്കുകൾ, മൊബൈൽ ഹോൾഡറുള്ള ചാർജിംഗ് പോയിന്റുകൾ, LED ലൈറ്റുകൾ, CCTV ക്യാമറ, യാത്രക്കാരെ യഥാസമയം വിവരങ്ങൾ അറിയിക്കുന്നതിനുള്ള പബ്ലിക് ഇൻഫർമേഷൻ സിസ്റ്റം തുടങ്ങി ധാരാളം സൗകര്യങ്ങളാണ് ഈ ട്രെയിനിൽ ഒരുക്കിയിരിക്കുന്നത്. അതേസമയം ആധുനിക സംവിധാനങ്ങളോട് നവീകരിച്ച അയോധ്യ ദാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചു. നിലവിലെ സ്റ്റേഷന് സമീപം 1ാം ഘട്ടമായി നിർമ്മിച്ച പുതിയ സ്റ്റേഷനാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. ഈ ചടങ്ങിലായിരുന്നു ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ കൂട്ടിച്ചേർക്കലുകളായ 2 അമൃത് ഭാരത് ട്രെയിനുകളും 6 വന്ദേ ഭാരത് എക്സ്പ്രസുകളും പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തത്. UP ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ചടങ്ങ്. ലിഫ്റ്റുകൾ, എസ്കലേറ്ററുകൾ, ഫുഡ് പ്ലാസകൾ, വ്യാപാര സ്ഥാപനങ്ങൾ, തീർത്ഥാടകർക്ക് ആവശ്യമായ വസ്തുക്കൾ വിൽക്കുന്ന കേന്ദ്രങ്ങൾ, ക്ലോക്ക് റൂമുകൾ, ശിശുപരിപാലന കേന്ദ്രങ്ങൾ, കാത്തിരിപ്പ് മുറികൾ എന്നിവ അടങ്ങുന്നതാണ് അയോധ്യ ദാം ജംഗ്ഷൻ സ്റ്റേഷൻ. ഇന്ത്യൻ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിൽ അംഗീകാരം ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ കൂടിയാണിത്.